നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നിർത്താൻ സാധിക്കാത്ത തെറ്റില്ല. അങ്ങനെ നിങ്ങൾ തോന്നിപ്പിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ പിശാചാണ്. എത്ര വലിയ പാപം ചെയ്ത ആളുകൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതിനെനിക്ക് വീണ്ടും പറയാനുള്ള ദുആ തന്നെയാണ്. നിങ്ങൾക്ക് ദുആയുടെ അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി ദുആ ചെയ്ത് അള്ളാഹു സ്വീകരിച്ചാൽ അതിനേക്കാളും നിനക്കൊരു കാര്യത്തിന് രക്ഷ നേടാൻ മറ്റൊരു മാർഗ്ഗമില്ല. അപ്പം നിസ്സാരമായി കാണരുത്. ഉസ്താദ് അത് തന്നെയാണ് പറയുക എന്ന് പറയുമ്പോൾ ഒരു നിസ്സാരത തോന്നിക്കുന്നുണ്ട്. ശരിയല്ലത്. ദുആ തന്നെയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം ആ തെറ്റിലേക്ക് പോകുന്ന മാർഗം എന്താണോ അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം. ആ കാരണങ്ങൾ ചെയ്യുമ്പോൾ ദുആ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ സബബുകളോട് പാലിക്കണം. ഇപ്പോൾ ഏത് വഴിക്കാണ് തെറ്റി പോകുന്നത്, ഏത് തെറ്റാണ് പരാമർശിച്ചിട്ടില്ല, പരാമർശിക്കുകയും ആവശ്യമില്ല. ആ മാർഗ്ഗം നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിവെക്കുക. എന്താണ് നിങ്ങൾക്ക് അങ്ങനെ തെറ്റിലേക്ക് പോകുന്നതിന് കാരണമാകുന്നത്, അതിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കണം. അതാണ് തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗ്ഗമായിട്ടുള്ളത്. 99 ആളെ കൊന്നപ്പോൾ അയാൾ ആ നാട്ടിൽ നിൽക്കുന്നത് അയാളോട് ശരിയല്ല, അയാൾ ആ നാട്ടിൽ നിന്ന് മാറിപ്പോകാനാണ് പറഞ്ഞത്. കാരണം ചില സ്ഥലങ്ങൾ, ചില കാര്യങ്ങൾ, ചില ആളുകൾ തെറ്റിലേക്ക് കൂടുതൽ നയിക്കും. അപ്പം അതിൽ സാഹചര്യത്തിൽ നിന്ന് എന്ത് ചെയ്യുക, മാറി നിൽക്കുക എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതോടൊപ്പം ദുആ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ചു.